മാസത്തെ റേഷൻ ഒറ്റയടിക്ക് വിതരണം ചെയ്യാനുള്ള സർക്കാരിന്റെ തീരുമാനം കലാശിച്ചത് കൂട്ടത്തള്ളിലാണ്. റേഷൻ വാങ്ങാനെത്തിയ ജനക്കൂട്ടം ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് പായുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നമുക്കിപ്പം ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആളുകളൊക്കെ തിക്കിക്കൂടി അകത്തേക്ക് കയറാനുള്ള കാരണം എന്തായിരുന്നു ഗോകുൽ? ജയലക്ഷ്മി, ഛത്തീസ്ഗഡിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പ്രദേശത്ത് കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ഈ റേഷൻ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതേ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അടുത്ത 3 മാസത്തേക്കുള്ള റേഷൻ അരി ഒരുമിച്ച് കൊടുക്കുന്നു എന്നുള്ള ഒരു ഉത്തരവ് ഇറങ്ങി. ആ ഉത്തരവിനെ തുടർന്ന് ജനങ്ങളെല്ലാം കൂടെ റേഷൻ കടയിലേക്ക് ഇടിച്ചു കയറുകയും ഒരു സ്റ്റാമ്പേഡ് എന്നൊക്കെ പറയാം. സ്റ്റാമ്പേഡ് എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടങ്ങളെല്ലാം കൂടി ഇടിച്ചു കയറി ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരു സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും ചെയ്തു. ആൾക്കൂട്ടം തള്ളിക്കയറിയൊക്കെ ഉണ്ടാകുന്ന ഒരു അപകടം, അതിന് സമാനമായിട്ടുള്ളൊരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. കുറേയേറെ കാലങ്ങളായിട്ട് ഇവിടെ ഈ റേഷനരി വിതരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ 3 മാസമായിട്ട് മുടങ്ങിക്കിടന്നത് കൊണ്ട് തന്നെ ഈ നമുക്കറിയാം, പുതിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, സാങ്കേതിക കാരണങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ അരി മുടങ്ങിക്കിടക്കാൻ സാഹചര്യം ഒരുങ്ങിയതെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്, അധികൃതർ അറിയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് 3 മാസത്തെ അരി മൊത്തത്തിൽ അങ്ങ് വിതരണം ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഭരണകൂടം എത്തുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഇവര് ഗേറ്റ് തള്ളി തുറന്ന് കൂട്ടത്തോടെയാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പരിക്കോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും കുറേയേറെ പേർക്ക് പരിക്കുകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉന്നത അധികാര സമിതിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം വലിയൊരു അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. ഒരുപക്ഷെ ജീവഹാനിയിലേക്കൊക്കെ നയിക്കാവുന്ന തരത്തിലേക്ക് തന്നെ നീങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയ വാർത്തയിലേക്ക് തന്നെ പോവുകയും ചെയ്യും. എന്തായാലും നമ്മളിപ്പോൾ ഈ കണ്ട ദൃശ്യം അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പുറം രാജ്യത്തും ഇത്തരത്തിൽ ഇത് പ്രചരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ അരിക്ക് ക്ഷാമമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മുൻപോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ റേഷൻ കടകൾ കേന്ദ്രീകരിച്ച്, അല്ലെ റേഷൻ കടയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ രാജ്യത്തുണ്ട്. അത്രത്തോളം പട്ടിണിയും ദുരിതവും ഒക്കെ നേരിടുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൃത്യസമയത്ത് റേഷൻ അരി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇത് 3-4 മാസമായിട്ട് അവർക്ക് കൊടുക്കാത്ത പെട്ടെന്ന് ഒരു അറിയിപ്പുണ്ടാകുന്നു, 3 മാസത്തെ ഒരുമിച്ച് അരി കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും തള്ളിക്കയറും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റോക്ക് തന്നെ തീർന്നു പോയേക്കാം, അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത്തവണ ഇതിപ്പം ഈ കടയുടെ ഗേറ്റ് തന്നെ തല്ലി തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ തുറന്നപ്പോൾ തന്നെ പൊളിച്ചുകൊണ്ട് അകത്ത് കയറി ആളുകൾ തമ്മിൽ കൂട്ടിയിടിച്ചും ഒക്കെ വീഴുകയും വീണ ആളുകളുടെ മണ്ടയ്ക്ക് ചവിട്ടി മറ്റൊരാളുകൾ തള്ളിക്കയറി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇത് പഠിക്കാൻ വേണ്ടി, ഇപ്പോൾ ഉണ്ടായ ആ പ്രശ്നം പഠിക്കാൻ വേണ്ടി ഒരു ഉന്നതാധികാര സമിതിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് വയ്ക്കാം. കാരണം ഈ പലപ്പോഴും ഈ പുതിയ സംവിധാനവുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ കൈപ്പത്തി, വിരലടയാളം പതിപ്പിക്കണം, അതേപോലെ തന്നെ ഒരുപാട് നൂലാമാലകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരുപക്ഷെ കമ്പ്യൂട്ടർ കേടാണെങ്കിൽ റേഷനരി ലഭിക്കാതിരിക്കും. അങ്ങനെ ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോരെന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം. ആ വാദം പൂർണ്ണമായിട്ടും തിരസ്കരിക്കപ്പെടേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു സാങ്കേതിക കാരണമുണ്ട്, അത് പരിഹരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അതിന് പകരം ഈ 3 മാസമായി ആളുകളുടെ അരി കൊടുത്തുമില്ല. അങ്ങനെ ഏറ്റവും അവസാനം 3 മാസത്തെ ഒരുമിച്ച് കൊടുത്തപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. എന്തായാലും ഛത്തീസ്ഗഡ് സർക്കാർ ഇത് പഠിക്കാൻ വേണ്ടി ഉന്നതാധികാര സമിതിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് ലോബികളുമൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അരി പൂഴ്ത്തി വെക്കുന്ന അടക്കമുള്ള സംഘങ്ങളൊക്കെ. അതുകൊണ്ടാണോ ഇനി ഇപ്പോൾ ഇത്തരത്തിൽ ഈ റേഷനരി മുടങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇത് രാജ്യവ്യാപകമായിട്ട് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത്, സംവിധാനങ്ങൾ അങ്ങനെയാണ്. ശരി ഗോകുൽ, എന്തായാലും 3 മാസത്തെ റേഷൻ ഒരുമിച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായത്. ആളുകൾ ഒരുമിച്ച് കൂട്ടത്തോടെ ഗേറ്റ് തള്ളി തുറന്ന് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ധാരാളം ആളുകൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. എന്തായാലും സാങ്കേതിക തടസ്സങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റി അവർക്ക് ഈ ഒരു റേഷൻ വിതരണം സുഗമമായ രീതിയിൽ തന്നെ കൊടുക്കാൻ സാധിക്കട്ടെ.